ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. സിബിനെ ഇപ്പോ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് എന്ന് ബിഗ് ബോസ് ചോദിച്ചു. ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല ബിഗ് ബോസ്, പുറത്തേക്ക് പോകണമെന്ന് ആ ഒരു അതേ സ്റ്റാൻഡിൽ തന്നെയാണ് സിബിൻ നിൽക്കുന്നത്. ഞങ്ങൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്രമം അനിവാര്യമാണ്, അതുകൊണ്ട് പുറത്തേക്ക് പോകാമെന്ന് ബിഗ് ബോസ് പറയുന്നു. പുറത്തേക്ക് കൊണ്ടുപോകാൻ ആള് വരുമെന്ന് പറയുന്നു. സിബിൻ ബ്ലൈൻഡ് ഫോൾഡ് കിട്ടി ആ ഒരു വാതിൽ വഴി പുറത്തേക്ക് പോകുന്നു. 2 ആഴ്ച മുന്നേ 6 വൈൽഡ് കാർഡുകൾ വന്നതിൽ 4 പേര് മാത്രമേ ആ വീട്ടില് ബാക്കിയുള്ളൂ. അതിൽ ഒരാള് ഈ വീക്ക് എവിക്റ്റ് ആവുമെന്നും കേൾക്കുന്നു. അപ്പൊ 3 പേരേ ഉള്ളൂ. എന്തായാലും സിബിന്റെ പുറത്താക്കല് ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒന്ന് തന്നെയാണ്. വിന്നിംഗ് പോസിബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് പുറത്താവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗെയിം ചേഞ്ചിങ് മൂമെന്റ് തന്നെയാണ്. ഇപ്പോഴും ഒരു പോൾ ഇട്ട സിബിന് നല്ല രീതിയിലുള്ള പ്രേക്ഷക പിന്തുണ ഉണ്ടാവും. കാരണം ആ രീതിയിൽ കളിച്ച് മുന്നേറി വന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. ഫൺ എലമെന്റും പിന്നെ എന്റർടൈനിങ് എലമെന്റ്സും എല്ലാം ആ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. സ്റ്റീവിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റൂ. കാരണം പുള്ളി ഈ ഷോ മതിയാക്കി മനസ്സുമടുത്ത് പുറത്തേക്ക് പോയതാണ്. അങ്ങനെ ക്വിറ്റ് ചെയ്ത് പോയ ഒരാളെ തിരിച്ചു കൊണ്ടുവരാറല്ല ഒരു സീസണിൽ. വോക്ക്ഡ് ഔട്ട് എന്ന ലേബലിൽ സിബിൻ നിലനിൽക്കും. ഗ്രാൻഡ് ഫിനാലയുടെ അന്ന് ഇനി സിബിനെ കാണാതെ ഞാൻ പറയുന്നുള്ളൂ. സിബിൻ നല്ല രീതിയിൽ തന്നെ കളിച്ചു. ഈ ഒരു 2 ആഴ്ച മാക്സിമം കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടാണ് സിബിൻ പോയത്. ഈ സീസണിന്റെ ഒരു ദുർഭാഗ്യമാണ് നല്ലപോലെ കളിച്ച് പ്രേക്ഷക പിന്തുണ ഉണ്ടായി വരുന്നവര് പുറത്തേക്ക് പോകുന്നു എന്നത്. ഈ സീസണിൽ മാത്രം കണ്ടുവരുന്ന ഒരു ബാഡ് ലക്കാണ്. ആൻഡ് ദ സ്ട്രീക്ക് കണ്ടിന്യൂസ്. രതീഷ് കുമാർ, അസി റോക്കി, സിജോ, പൂജ, സിബിൻ നല്ലപോലെ കളിക്കുന്ന ഇനി എത്ര പേര് പുറത്താവാനിരിക്കുന്നു?